അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ 53 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 54, 55 ആയത്തുകളാണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ഈ പാഠഭാഗങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പഠിക്കുവാനും അത് മനസ്സിൽ നിന്ന് മായാതെ സൂക്ഷിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ UPI ID ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സദക്കയായി കണ്ടാൽ മാത്രം മതി. അതേപോലെ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമാർക്കോ ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ആകുമ്പോഴേക്കും നമുക്ക് 5 ജുസ് ബൈഹാർട്ട് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُّؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്, അതേപോലെ ള, പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. ലിഖൗമിഹി, അതേപോലെ യാ ഖൗമി. ഈ 2 സ്ഥലങ്ങളിലും മദ് അസ്ലിയാണ്. 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെ ഇന്നക്കും നൂൻ ഷദ്ദുള്ളതുകൊണ്ട് അവിടെ വാജിബുൽ ഗുന്ന, നിർബന്ധമായും 2 ഹർക്കത്ത് മണിക്കണം. പിന്നെയുള്ളത് അംഫുസക്കും, അവിടെ സുക്കൂനിലെ നൂനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായ ഫ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അതിന് ഇഖ്ഫ എന്ന് പറയും. പിന്നെയുള്ളത് അംഫുസക്കും ബിത്തിഹാദിക്കും, ഇവിടെ സുക്കൂനിലെ മീമിന് ശേഷം അംഫുസക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മീമിനെ മറച്ച് വെച്ച് ബായിലേക്ക് ചേർത്തി മണിച്ചുകൊണ്ട് ഓതണം. അതിന് ഇഖ്ഫ ഷഫവി എന്ന് പറയും. അംഫുസക്കും ബിത്തിഹ. ഈ ഭാഗത്ത് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖ ആണ്. പിന്നെയുള്ളത് കൽക്കലയുടെ അക്ഷരമാണ്. ജീമിനും അതേപോലെ ഖാഫിനും സുക്കൂനുണ്ട്. അതുകൊണ്ട് അവിടെ ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. ഫതൂബൂ, അതേപോലെ ഫഖ്തുലൂ. ഇവിടെ നിർബന്ധമായും 4-5 ഹർക്കത്ത് നീട്ടി ഓതാവുന്നതാണ്. പിന്നെയുള്ളത് ഇഖ്ഫാൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ അംഫുസക്കും, അവിടെയും ഇഖ്ഫാൻ്റെ നിയമമാണ്. പിന്നെയുള്ളത് ദാലിക്കും, അവിടെ മദ് അസ്ലിയാണ്. ഇവിടെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖായാണ്. അതേപോലെ ഖൈറുല്ലക്കും, അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. തൻവീന് ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മണിക്കാതെ ചേർത്തി മറച്ചു വെച്ച് ചേർത്തി ഓതണം. ഖൈറുല്ലക്കും. പിന്നെയുള്ളത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ് ഇന്ദ. അതേപോലെ വാജിബുൽ ഗുന്ന ഇന്നഹു, അവിടെ നൂൻ ഷദ്ദുണ്ട്. പിന്നെ മദ് അസ്ലിയുണ്ട്. ഇന്നഹു, അവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് ആരിൽ സുക്കൂൻ. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. എൻ്റെ സമുദായമേ, കാളക്കുട്ടിയെ അഥവാ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാൽ
നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക. അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവൻ പശ്ചാത്താപം നേരെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വൈസ് കാല മൂസ പറഞ്ഞ സന്ദർഭവും ലി കൗമി തൻ്റെ ജനതയോട്, യാ കൗമി എൻ്റെ ജനങ്ങളെ, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ലലംതും നിങ്ങൾ അക്രമം അഥവാ അനീതി ചെയ്തു, അംഫുസക്കും നിങ്ങളുടെ സ്വന്തത്തോട് അഥവാ നിങ്ങളോട് തന്നെ, ബിത്തിഹാദിക്കും നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഉണ്ടാക്കൽ കൊണ്ട്, അൽ ഇജില പശുക്കുട്ടിയെ, ഫതൂബു അതിനാൽ നിങ്ങൾ മടങ്ങുവിൻ, ഇലാ ബാരിഇക്കും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിലേക്ക്, ഫഖ്തുലൂ അങ്ങനെ നിങ്ങൾ കൊല്ലുവിൻ, അംഫുസക്കും നിങ്ങളെ തന്നെ, ദാലിക്കും അത്, ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഉത്തമമാണ്, ഇന്ദ ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ, ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, ഇന്നഹു നിശ്ചയമായും അവൻ തന്നെ, തവ്വാബ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അർ-റഹീം കരുണാനിധി. ഇനി നമുക്ക് ഈ ആയത്ത് കാണാതെ പഠിക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ മനഃപ്പാഠമാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വിരൽ വെച്ച് ഓരോ അക്ഷരത്തിൻ്റെ മേലും വിരൽ വെച്ച് തന്നെ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കണം. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇന്നകും ലലംതും അൻഫുസകും ഇന്നകും ലലംതും അൻഫുസകും ഇന്നകും ലലംതും അൻഫുസകും. ഈ ഭാഗം ഒന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും ഓതി നോക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ. ഈ വരി മനഃപ്പാഠമാകാമെന്ന് നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മനസ്സിൽ പതിയാത്തവർ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബു ഇലാ. ഇതൊന്ന് മനസ്സിൽ പതിഞ്ഞിട്ട് വന്ന് നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും. ഈ ഭാഗം മനസ്സിൽ പതിഞ്ഞൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി
ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും ബിത്തിഹാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിഇകും ഫഖ്തുലൂ അൻഫുസകും ദാലികും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. മനസ്സിൽ പതിയാത്തവർ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഖൈറുല്ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും. ഇത് മനസ്സിൽ പതിഞ്ഞിട്ട് നോക്കൂ. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ഭാഗം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ഖൈറുല്ലക്കും ഇൻ തബാരിഇകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും ഖൈറുല്ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും ഖൈറുല്ലക്കും ഇൻദ ബാരിഇകും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം വഇദ് ഖുൽതും. ഇനി ഈ ഭാഗം ഒന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മുഴുവനായും ഒന്ന് ഓതി നോക്കാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ
ഇത്തിഖാദികുമുൽ ഇജ്ല فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم وإذا قلتم ഇനി ഈ ആയത്തൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനഃപ്പാഠമായെങ്കിൽ മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. മനഃപ്പാഠമാവാത്തവർ ഇത് ആവർത്തിച്ച് ഓതി മനഃപ്പാഠമാക്കുക. അതിനുശേഷം മാത്രം അടുത്ത ആയത്തിലേക്ക് പോയാൽ മതി. നമുക്ക് അടുത്ത ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങളിലേക്ക് പോകാം. വഇദ ഖുൽതും, ഇവിടെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്, അതേപോലെ റ, അല്ലാ, അതേപോലെ റ, ഫഅഖദതുകും, ഖ, സായിഖത്തു, ഇവിടെ സ്വാദും ഖാഫും, പിന്നെ തൻളുറുൻ, ലായും റായും. ഇതാണ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. യാ മൂസ, അവിടെയും അതേപോലെ സ്വായിഖത്തു, ഇവിടെയും 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ഇദ്ഗാം ബിഗുന്ന, ലൻ നുഅ്മിന, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ നൂൻ തന്നെയാണ് വന്നിട്ടുള്ളത്. രണ്ടും ഒരേ അക്ഷരമായതുകൊണ്ട് തന്നെ ഇതിനെ ഇദ്ഗാം കാമിൽ എന്ന് പറയും. കാരണം ആദ്യത്തെ നൂന് രണ്ടാമത്തെ നൂനിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിപ്പിച്ച് ചേർത്തി ഓതുന്നത് കൊണ്ട്. ലൻ നുഅ്മിന. പിന്നെയുള്ളത് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. വ അന്തും, ഇവിടെയും അതേപോലെ തൻളുറുൻ, ഈ 2 സ്ഥലങ്ങളിലും ഇഖ്ഫാഇൻ്റെ നിയമമാണ്. ഇവിടെ നൂൻ എന്ന ശബ്ദത്തെ മറച്ച് വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. പിന്നെയുള്ളത് മദ് ആരിലു സുക്കൂനാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഓ മൂസ, ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നത് വളരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടിത്തീ നിങ്ങളെ പിടികൂടി. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഇദ ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭവും. യാ മൂസ, ഓ മൂസ, ലൻ നുഅ്മിന, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ലക, നിന്നെ അഥവാ താങ്കളെ. ഹത്ത നറ, ഞങ്ങൾ കാണുന്നതുവരെ. അല്ലാഹ, അള്ളാഹുവിനെ. ജഹറത്തൻ, പ്രത്യക്ഷത്തിൽ. ഫഅഖദതുകും, അപ്പോൾ നിങ്ങളെ പിടികൂടി. സായിഖത്തു, ഇടിത്തി, ഘോരമായ ഇടിനാദം. വ അന്തും, നിങ്ങളാകട്ടെ. തൻളുറൂൻ, നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് മനഃപ്പാഠമാക്കാൻ നോക്കാം. വഇദ ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന, വഇദ ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന, വഇദ ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ, ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ, ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കാണാതെ നോക്കാം. മനസ്സിൽ പതിഞ്ഞവർ ഈ ആയത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. മനസ്സിൽ പതിയാത്തവർ ആവർത്തിച്ച് മനസ്സിൽ പതിപ്പിക്കുക.
وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. فأخذتكم الصاعقة فأخذتكم الصاعقة فأخذتكم الصاعقة. ഇനി ഈ ഭാഗം ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. وأنتم تنظرون ثم بعثناكم وأنتم تنظرون ثم بعثناكم وأنتم تنظرون ثم بعثناكم. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم. ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് ആ വരി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഓതി നോക്കാം. وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم. ഇനി ഈ ആയത്തൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിയുന്നതിന് ശേഷം ഒരു 20 തവണയെങ്കിലും നിങ്ങൾ ഇത് ആവർത്തിച്ച് ഓതണം. എന്നിട്ട് മാത്രമേ അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി മനഃപ്പാഠമാക്കിയതിന് ശേഷം മനസ്സിൽ പതിപ്പിക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ഓരോ ആയത്തും സൂക്ഷിച്ചു നോക്കി അത് ഓതിക്കൊണ്ട് തന്നെ മനസ്സിൽ പതിപ്പിക്കണം. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ എളുപ്പമാകൂ. പിന്നെയുള്ളത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 തവണയെങ്കിലും നോക്കിയോ നോക്കാതെയോ ആവർത്തിച്ച് ഓതണം. ഇത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ആ ആയത്ത് നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. നിങ്ങൾ പഠിച്ച ആയത്തുകൾ, ഇന്ന് 2 ആയത്തുകളാണ് പഠിച്ചത്. ആ 2 ആയത്തുകളും കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നെ ഒരു മുസഹഫ് എടുത്ത് നോക്കി അത് പ്ലേ ചെയ്തു നോക്കുക. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് തെറ്റ് തിരുത്തി അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അത് തിരിച്ച് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് 4-മത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ച ആയത്തുകളെല്ലാം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ നിസ്കാരത്തിലും അതേപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഓതി നോക്കുക. മനസ്സിലോ അല്ലെങ്കിൽ നോക്കിയോ ഉറക്കെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓതി
ദിവസവും ഓതണം. ഒരു 5-6 തവണയെങ്കിലും ആവർത്തിച്ച് ഓതണം. എന്നാൽ മാത്രമേ അത് മറന്നു പോകാതിരിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈ ഹാർട്ട് ആയതിനു ശേഷം ഒരു ഖുർആൻ MP3, നല്ല കാര്യങ്ങളുടെ MP3, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ MP3 എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച ആയത്തുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഈണത്തിൽ, അവരുടെ ഒരു ഈണത്തിൽ തന്നെ നിങ്ങൾക്ക് ഖുർആൻ ഓതാനും കൂടി സാധിക്കും. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ആയത്തുകളാണ് പഠിച്ചത്. അപ്പോൾ ടോട്ടൽ 55 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അടുത്ത ഭാഗത്തിലേക്ക് കാണാം, അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.